എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈഫ് ഈസ് ആൻഡ് ആഫ്റ്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദുബൈയിൽ നടന്ന ഒരു അതിദാരുണമായ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. അനിമോൾ എന്ന ഒരു കുട്ടി ട്രിവാൻഡ്രം വിതരയ്ക്ക് സമീപം ബോണക്കാട് സ്വദേശിനിയും അബിൻലാൽ എന്ന ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയുമാകുന്നു. ഈ അബിനാണ് ആനിമോളെ കൊല ചെയ്തതായി കണ്ടിരിക്കുന്നത്. ഈ അബിൻലാലായിരുന്നു ഈ ആനിമോൾ എന്ന കുട്ടിയെ ദുബൈ കൊണ്ടുവന്ന് അതിന് ജോലിയൊക്കെ ത്വരപ്പെടുത്തി കൊടുത്തത്. ഈ അബിൻലാൽ അബുദാബിയിൽ ജോലി ചെയ്യുന്നു. ഈ ആനിമോൾ ദുബൈയിലും ഒരു ഫൈനാൻസ് സ്ഥാപനത്തിൽ നല്ലൊരു ജോലിയായിരുന്നു. ഷി വാസ് എ വെരി സ്മാർട്ട്, വളരെ കാര്യക്ഷമമായി പണി ചെയ്യുകയായിരുന്നു. ഈ അബിൻലാൽ എല്ലാ വീക്കെൻഡിലും ഈ കുട്ടിയെ കാണാൻ എത്തുമായിരുന്നു. ഈ കുട്ടികൾ ഒപ്പം മറ്റൊരു കുട്ടികളായി ചേർന്ന് റൂമെടുത്ത് താമസിക്കുകയായിരുന്നു. അബുദാബിയിൽ നിന്ന് ദുബൈയിൽ വരുന്നതിന് കുറച്ച് ദൂരമുള്ളതാണ്. എല്ലാ ആഴ്ചയിലും വരും. എന്നാൽ ഈ ആഴ്ചതോറുമുള്ള വിസിറ്റ് ആക്ച്വലി അതൊരു അത്ര ജെന്യൂനിറ്റി ഉള്ളൊരു വിസിറ്റ് അല്ല. കാരണം ഒരു ഫോൺ ചെയ്ത് അറിയാമെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ വിവരങ്ങൾ. പ്രത്യേകിച്ച് ഈ കുട്ടി താമസിക്കുന്ന അവരുടെ സുഹൃത്തുക്കളുമായിട്ടാണ്, പെൺകുട്ടികളുമായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടാണ് താമസിക്കുന്നത്. പ്രധാനമായി നമ്മുടെ ഇവിടെ ആയിരുന്നാലും പുറത്തായിരുന്നാലും ഒരാഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസം അന്ന് ഒത്തിരി ജോലികൾ കാണും. വാഷിംഗ് കാണും, ഹൗസ് കീപ്പിംഗ് ചെയ്യേണ്ടി വരും, കുക്കിംഗ് ചെയ്യണം, അങ്ങനെ പല ജോലികളും, ശകലം റെസ്റ്റ് എടുക്കണം. ഇതൊക്കെ കാണുമ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ ഒരു ഗസ്റ്റിനെ നല്ല രീതിയിൽ നമുക്ക് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റത്തുമില്ല. ഇത് ആ ഗസ്റ്റും ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഈ ലാൽ അതിനെപ്പറ്റി ചിന്തിച്ചില്ല? ഈ കുട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല? ഒരു പക്ഷേ ഈ ലാലിൻ്റെ അതിനോട് ഇനി ഒരു എന്താ പറയുക, മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ചില കുട്ടികൾക്കത് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റർബൻസാണ്, എനിക്ക് ജോലി ചെയ്യണം, വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്ദി കേടായിട്ട് കാണും അവർ കണക്കാക്കി. അതുകൊണ്ട് പല കുട്ടികളും അങ്ങനെ പെട്ടെന്നങ്ങ് പറയാനുള്ള ഒരു തന്നിടം കാണിക്കില്ല. എന്നാൽ മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഒരു കുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. ഈ പോണ വ്യക്തി ഇവർക്ക് മുൻകാലങ്ങൾ അറിയുമോ, അവരെക്കുറിച്ച് ടോട്ടൽ വെയർബോട്ട്സ് അറിയുന്നൊരു ആളാണോ? അങ്ങനെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒത്തിരി നല്ല ചിന്തിച്ചിട്ട് വേണം. സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇടാവൂ. ഇപ്പം അറിയുന്നത് ഈ ആനിമോളുടെ അച്ഛനും അമ്മയും സ്വരച്ചേർച്ചയിൽ അവർ സെപ്പറേറ്റാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മയാണ് ഈ ആനിമോളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നതായി അറിയാൻ സാധിച്ചു. അമ്മ ഒരു വിവാഹത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതായിട്ട് അറിഞ്ഞിരുന്നു. എന്നാൽ ഈ സംഭവ ദിവസം ഈ ലാലും ഈ കുട്ടിയും തമ്മിൽ ഒത്തിരി ഒച്ച വെച്ച് സംസാരിക്കുകയും റൂമിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അടുത്ത റൂമിലുള്ള കുട്ടികളൊന്ന് നോക്കുമ്പോൾ ഇവൻ ഒരു കത്തിയുമായി പുറത്തോട്ട് ഓടിപ്പോകുന്ന ഒരു രംഗമാണ് കണ്ടത്. രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതിന് മുകളിൽ ആംബുലൻസ് വിളിച്ചു, ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അബിൻലാലിനെ പോലീസ് എയർപോർട്ടിൽ വെച്ച് പിടിച്ചു, ജയിലിലാണ്. അവന് എന്തായാലും മരണശിക്ഷ കിട്ടും, ഉറപ്പാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള അനർത്ഥങ്ങളിൽ പോയി പെടുന്നതെന്ന് ചോദിച്ചാൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു പക്ഷേ അബിൻലാൽ ഇവർക്ക് മുമ്പേ പരിചയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാമോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ പരിചയപ്പെട്ടതായിരിക്കാം.
എപ്പോഴും പുറത്തു പോകുമ്പോൾ നാം ആരോടൊപ്പം പോകണോ അവരെക്കുറിച്ചുള്ള നല്ലൊരു വിവരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്, ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ബാച്ചിലറാണെങ്കിൽ ആ ബാച്ചിലറിനോട് വ്യക്തമായിട്ട് ഈ പോണ കുട്ടിയെ വെച്ച് പേരൻസ് ചോദിക്കണം, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോയി ജോലി വാങ്ങിക്കൊടുക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഉദ്ദേശമുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഓപ്പണായിട്ട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കുട്ടിയോട് താല്പര്യമുണ്ടോ, വിവാഹം കഴിക്കണം എന്നൊക്കെ ചോദിക്കാൻ ഒരു തെറ്റുമില്ല. അപ്പോൾ അയാൾ പറയണ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സംവാട്ട് ബെറ്റർ. ഇല്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കത്തില്ല, അവസാനം ഈ വ്യക്തിക്ക് ആ കുട്ടിയെ കല്യാണം കഴിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാകും. അത് ആ ആഗ്രഹം മനസ്സിലുള്ളപ്പോൾ ഈ കുട്ടിക്ക് മറ്റൊരു വിവാഹം അവരുടെ പേരൻസ് ആലോചിക്കുമ്പോൾ ഇവന് വിഷമം ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരു റിറ്റാലിയേഷൻ സെൻസ് ഫോം ആകും. അതൊക്കെ പല അനർത്ഥ സംഭവങ്ങളിലേക്കും വഴിതെളിക്കും. ഇതുകൊണ്ട് ഒരു കുട്ടികളെ പുറത്ത് വിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത് ഒരു കുട്ടികളെ പുറത്ത് വിടുകയും അവർ ടോട്ടൽ ഫ്രീ ആണ്. ഇനി കൊണ്ടുപോകുന്നവർക്ക് പല ഉദ്ദേശങ്ങൾ കാണും. ഒന്ന്, നല്ലൊരു പണി, നല്ല അതിന് ജോലി കണ്ടെത്തണം, സഹായിക്കണം എന്നുള്ള മനസ്സിലുള്ളവരും ഇല്ല, അതും കാണും. എന്നാൽ ഏറിയ പങ്കും പല ദുരുദ്ദേശങ്ങളും കാണും. ഇതിനെ മിസ്ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും, അതിനെ എന്താ പറയുക, പല രീതിയിലും ഉപയോഗിക്കാൻ. ഈവൻ വേണമെങ്കിൽ ഡ്രഗ് മാഫിയ, ഡ്രഗ് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, ആ ട്രാഫിക്കിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ പല കൊള്ളരുതാത്ത പ്രവർത്തനം, അൺഹെൽത്തി കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം. ചില കുട്ടികൾ, മിക്കവാറും കുട്ടികൾ അതിന് പോലെ, പക്ഷേ ചിലർ ബൈ ഫോഴ്സ് അതിന് പോകേണ്ടി വരും. പക്ഷെ അതിന് വീട്ടിൽ അറിയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലായിരിക്കും. മാസം തോറും കാശ് വരും, പക്ഷേ ഏത് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വീട്ടുകാർക്ക് അറിയില്ല, ഈ കുട്ടിയോട്ട് അത് പറയത്തുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കുട്ടികളും ട്രാപ്പിലായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ. പക്ഷേ ആരും അറിയാറില്ല. ഇനിയെങ്കിലും കുട്ടികളെ ഒരു ജോലിക്ക് വേണ്ടി ആരോടെങ്കിലും ഒപ്പം കൂട്ടി അയക്കുന്നെങ്കിൽ വളരെ അങ്ങേയറ്റം ശ്രദ്ധിച്ച് അതിൻ്റെ മൊത്തം വേറബോൾസ് അറിഞ്ഞതിന് ശേഷം വിടുക. രണ്ടാമത്, കുട്ടികൾ കഴിയുന്നതും ഒരു രജിസ്ട്രേഡ് ഏജൻസി മൂലം പോയാലോ വല്ല ഈ നോക്ക ആ ഗ്രൂപ്പിൽ കൂടെയൊക്കെ പോയാലോ നമുക്ക് സുരക്ഷിതമായിരിക്കും. അത് ഗവൺമെൻറ് തന്നെ അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് അവരുടെ പിന്നാലെ കുട്ടികളെ പറഞ്ഞേക്കരുത്. അതെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾക്ക് വഴിതെളിക്കാൻ കാരണമാകും. ഇതുപോലെ തന്നെയാണ് ഒരു ആഴ്ചകൾക്ക് മുമ്പായി ഈ കുവൈറ്റ് നടന്നൊരു സംഭവം. ഒരു നഴ്സിനെ ഭർത്താവ് സംശയം കാരണം കൊന്നുകളഞ്ഞു. ആ ഭർത്താവിനെ ഈ സ്ത്രീ, ഈ നേഴ്സായിട്ട് പണി ചെയ്യുന്ന അവർ നാട്ടിൽ പഠിപ്പിച്ച്, അവർ കാശ് മുടക്കി പഠിപ്പിച്ചു, കാശ് മുടക്കി കുവൈറ്റിലെടുത്ത് ജോലിക്കാക്കി. അവർ സ്നേഹമായിരുന്നു. അവർ വീട്ടുകാർ എതിർത്തിട്ടും അവർ പരസ്പരം വിവാഹിതരായി, കുഞ്ഞുങ്ങളായി. അവസാനം സംശയരോഗത്തിൻ്റെ പേരിൽ ആ സ്ത്രീയെ ഇവൻ കൊന്നു. അവനും ഇപ്പോൾ കുവൈറ്റ് ജയിലിലാണ്, വധശിക്ഷ ഉറപ്പാണ്. ഇതുമൂലം സംഭവിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നും ഒത്തിരി പേർ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇത് അവർക്ക് കൂടുതൽ അവരുടെ പേഴ്സണാലിറ്റി കൂടെ ഡാമേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അവർ ചോദിക്കും, എന്താ കേരളീയർ ഇങ്ങനെയാണോ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു 99% നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ഇത് വളരെ ഖേദകരമായ കാരണമാണ്. ഒരിക്കലും ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഇതിൽ ഏറ്റവും ഏറിയ പങ്കും പേരൻസിൻ്റെ ശ്രദ്ധക്കുറവാണ്. അവ ശ്രദ്ധിക്കണം. ആരോടെങ്കിലും കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ അവിടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അവരായിട്ട് ഒരു ലിങ്കൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, ആഴ്ചതോറും അബുദാബിയിൽ നിന്ന് ദുബൈയിൽ വന്നു പോണത് തന്നെ ഒരു പൊരുത്തക്കേടാണ്. അത് കുട്ടികൾ അമ്മയോട് പറഞ്ഞിരിക്കാം, എന്താണ് നമുക്കൊന്നും അറിയില്ല. ബട്ട് ഒരു നല്ലൊരു സൈനായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തിനാണ് ആഴ്ചതോറും വരേണ്ടത്? അപ്പോൾ എന്തോ അതിലൊരു ഗൂഢ ഉദ്ദേശം ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ അബിൻ ലാൽ എന്തെങ്കിലുമൊക്കെ ഈ കുട്ടിയെ ഫോഴ്സ് ചെയ്തിരിക്കാം, അത് എഗ്രി ചെയ്താതിരിക്കാം. ഒരു പക്ഷേ അത് എഗ്രി ചെയ്യാത്ത കാരണമായിരിക്കും ഇങ്ങനെയുള്ള ഒരു റിവെഞ്ച് ഇവൻ്റെ മനസ്സിൽ ഉണ്ടായത്. അങ്ങനെയൊരു ഫാമായി ഈ കുലയിൽ കലാശിച്ചത്. അതുകൊണ്ട്
ഇനി ജോലി തേടി പുറത്തു പോണവർ കഴിയുന്നതും ഒരു അൺനോൺ പേഴ്സണോടൊപ്പമുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. പുറത്തു പോകണമെങ്കിൽ നേരായ രീതിയിൽ രജിസ്റ്റേർഡ് ഏജൻസി മൂലം പോയി കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിയമപരമായി നമുക്ക് അതിന് വേണ്ട ഒരു സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെങ്കിലുമൊക്കെ ഗവൺമെൻറ് അതോറിറ്റിയെ സമീപിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പെടാതിരിക്കുക. കുട്ടികളെ ആരും ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരോടൊപ്പം പറഞ്ഞയക്കാതിരിക്കുക. കുട്ടികളുടെ ഭാവിക്ക് തന്നെ അത് വലിയ ദോഷം ചെയ്യും. എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, വലിയ മോഹങ്ങൾ വച്ച് ആരോടെങ്കിലും അറിയാത്തവരോട് കുട്ടികളെ പറഞ്ഞയക്കാതിരിക്കുക. അത് വളരെ ദോഷം ചെയ്യും. രണ്ടാമത്, മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭാഗം എപ്പോഴും ശ്രദ്ധിക്കപ്പെടണം. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിരിക്കണം. കുട്ടികളും സിൻസിയറായിരിക്കണം. കുട്ടികൾ ഉള്ള സത്യങ്ങൾ മാതാപിതാക്കളോട് പറയണം. അതിന് പ്രധാനം ചെയ്യേണ്ടത് എപ്പോഴും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വീട്ടിലായിരുന്നാലും എവിടെ ആയിരുന്നാലും വളരെ സ്ട്രോങ് ആയിരിക്കണം. ആ കമ്മ്യൂണിക്കേഷനിൽ കൂടി ശരിയും തെറ്റും എന്താണെന്ന് കണ്ടറിയാൻ പറ്റും. പേരൻസിന് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, ഇനിയും ദുഃഖകരമായ സംഭവങ്ങൾ ഗൾഫിലെ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും സുരക്ഷിതമായി ജോലി ചെയ്യേണ്ടതാണ്. സുരക്ഷിതമായ സ്ഥലങ്ങളിലിരിക്കുക. എന്തെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും മോശമായ എന്തെങ്കിലും അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരെ അറിയിക്കുക. അതിന് വേണ്ട പ്രിവെൻറ്റേഷൻ എടുക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാർ. താങ്ക് യു.